നിരപരാധികളായ കുട്ടികളെ നീ കൊന്നു. അവർ അവരുടെ അമ്മയുടെ അടുത്തേക്ക് പോകാനായി കരയുന്നത് നീ നോക്കി നിന്നു. മൃഗീയമെന്നല്ലാതെ പിന്നെ അതിനെ എന്താണ് പറയേണ്ടത്? ബോയ്സിലെ ഒരു എപ്പിസോഡിൽ ഫ്രഞ്ചിയായെത്തിയ ടോമർ കാപ്പോൺ ഈ ഡയലോഗ് പറയുമ്പോൾ അയാളുടെ ഭൂതകാലത്തെക്കുറിച്ച് അറിയുന്നവർ അത്ഭുതം കൂറിയിട്ടുണ്ടാകും. ഒരിക്കൽ സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ സൈന്യത്തിൽ നിന്നുകൊണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം യാതൊരു ശങ്കയോ വിമുഖതയോ കൂടാതെ ചെയ്ത ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാനാകുന്നു? ഫിനാലയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിൽ ഫ്രഞ്ച് മരണപ്പെടുമ്പോൾ ആ കഥാപാത്രമായി എത്തിയ ടോമർ കാപ്പോൺ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് അയാളുടെ ക്രൂരമായ പാസ്റ്റിൻ്റെ പേരിൽ. ടോമർ കാപ്പോൺ ഒരു ഇസ്രായേലി അഭിനേതാവാണ്. സിനിമാ സീരീസുകളിലൂടെ അഭിനയം തുടങ്ങിയ അയാൾക്ക് കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടുന്നത് അമേരിക്കൻ സറ്റാരിക്കൽ സൂപ്പർ ഹീറോ ടെലിവിഷൻ സീരീസായ ദ ബോയ്സിലൂടെയാണ്. അമേരിക്കൻ പൊളിറ്റിക്സിനെയും മറ്റു പല കാര്യങ്ങളെയും ആക്ഷേപഹാസ്യ രൂപേണ വിമർശിക്കുന്ന സീരീസിലെ പ്രധാന പ്രൊട്ടഗോണിസ്റ്റുകളിൽ ഒരാളാണ് ടോമറിൻ്റെ കഥാപാത്രമായ ഫ്രഞ്ചി. മുൻകാലത്ത് ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് റിഡംഷൻ സീക്ക് ചെയ്യുന്ന ഫ്രഞ്ചിയായി യഥാർത്ഥ ജീവിതത്തിൽ അത്തരത്തിലൊരു പാസ്റ്റ് ഉള്ള ആളെ തന്നെ ഷോ റണ്ണേഴ്സ് ചൂസ് ചെയ്തു. ടോമർ ഇസ്രായേൽ സൈന്യമായ IDF-ൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നേരം താൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾ 2016 ഒരു അഭിമുഖത്തിൽ താരം പറയുകയുണ്ടായി. ഇതാണ് വീണ്ടും 10 വർഷങ്ങൾക്കിപ്പുറം ചർച്ചയാകുന്നത്. അർദ്ധരാത്രിയിൽ ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി 18 വയസ്സ് മാത്രം പ്രായമുള്ള അവരുടെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ആ കുടുംബം അതിന് സമ്മതിച്ചില്ല. അത് ഉന്തിലും തള്ളിലും അവസാനിച്ചു. അവസാനം അവളെയും കൊണ്ട് കടന്നു കളഞ്ഞു. ശേഷം ഞങ്ങൾ അവളെ കാറിൽ നിന്ന് പുറത്തിറക്കി. കയ്യിൽ വിലങ്ങ് വെച്ചിരുന്നു. കണ്ണുകൾ തുണി കൊണ്ട് മൂടിയിരുന്നു. അകത്തേക്ക് നോക്കുമ്പോൾ സമാനാവസ്ഥയിലുള്ള 8 പെൺകുട്ടികളെ ഞാൻ കണ്ടു. ആരെയും കടത്തിവിടരുത് എന്ന നിർദ്ദേശമുണ്ടായതിനാൽ ഒരിക്കൽ അസുഖബാധിതനായ പെൺകുട്ടിയെയും കൊണ്ടുവന്ന പിതാവിനെ ചെക്ക് പോയിന്റ് കടന്നു പോകാൻ അനുവദിച്ചില്ല. ഒരാളെ അറസ്റ്റ് ചെയ്താൽ സഹപ്രവർത്തകർ അവരെ നിഷ്കരണം തല്ലുന്നത് നോക്കി നിന്നിട്ടുണ്ട്. ഒരിക്കൽ ചില കുട്ടികൾ തങ്ങളുടെ സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞപ്പോൾ സുഹൃത്ത് അവർക്ക് നേരെ വെടിയുതിർത്തു. ഇങ്ങനെ പോകുന്നു അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. അതേസമയം രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കളിപ്പാവയാണ് സൈനികരെന്നും കാപ്പോൺ പിന്നീട് പറയുകയുണ്ടായി. 1 മാസം മുൻപ് അഭിമുഖത്തിലെ ഈ ഭാഗങ്ങൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഫ്രഞ്ച് മരണപ്പെടുന്നതോടെ ഇതാ വീണ്ടും ചർച്ചകൾ ഉയർന്നിരിക്കുകയാണ്. ഫാസിസത്തെയും പ്രൊപ്പഗാൻഡകളെയും കുറിച്ചുള്ള സറ്റയർ നിലവിലെ ലോകക്രമത്തോടൊപ്പം ചേർത്ത് വായിക്കുകയാണ് നെറ്റിസൻസ്. അതിൽ ഹോംലാൻഡർ എന്ന പ്രധാന വില്ലനെ നാസി എന്ന് വിളിക്കുന്നത് ഒരു സയനിസ്റ്റ് അനുകൂല നടനാണെന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. സീരീസിൽ ഇത്രയേറെ സ്നേഹിക്കപ്പെടുന്ന കഥാപാത്രത്തിൻ്റെ റിയൽ ലൈഫ് ചെയ്തികൾ അത്രയ്ക്ക് ഭയാനകമായിരുന്നു. ഇതിൻ്റെ പേരിൽ സീരീസിനെതിരെയും ആമസോണിനെതിരെയും ബഹിഷ്കരണ ആഹ്വാനം ഉയർന്നിരുന്നു. കിമിക്കോയെ രക്ഷിക്കാൻ ഫ്രഞ്ചി ലൈഫ് സാക്രിഫൈസ് ചെയ്തത് ഹോൾ സീരീസിലെ തന്നെ ഏറ്റവും വലിയ ഇമോഷണൽ മൊമെൻ്റാണ്. വിവാദങ്ങൾ എഴുത്തുകാരെ സ്വാധീനിച്ചതുകൊണ്ടാണോ ഇങ്ങനെ ആ കഥാപാത്രത്തെ എൻഡ് ചെയ്തത് എന്ന ചോദ്യം നെറ്റിസൻസ് ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അതല്ലെന്നാണ് അവരുടെ വാദം. ബോയ്സിൽ ഇനിയൊരു എപ്പിസോഡ് മാത്രമാണ് ബാക്കിയുള്ളത്, കപ്പോൺ ഇല്ലാത്ത എപ്പിസോഡ്. സൂപ്പർ ഹീറോ സീരീസുകളിൽ തന്നെ എക്കാലത്തും വേറിട്ട് നിൽക്കുന്ന ഒന്നായാണ് ബോയ്സ് അവസാനിക്കുക. ഗെയിം ഓഫ് ത്രോൺസ് പോലെ അവസാനം നിരാശ സമ്മാനിച്ചാകും ആ ബോയ്സും എൻഡ് ചെയ്യുക എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ. കാത്തിരിക്കാം ഫിനാലെ എന്താകുമെന്നറിയാൻ.